എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടുപണിയുമായി ബന്ധപ്പെട്ട് ഒരു ആശാരി വീട്ടിൽ വന്നിരുന്നു. ഏകദേശം 2800 സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിക്കുന്ന വീടിൻ്റെ കട്ടിലുകളും കബോർഡുകളും കിച്ചൺ ക്യാബിനറ്റുകളുമെല്ലാം പ്ലൈവുഡിലാണ് നിർമ്മിക്കുന്നത് എന്ന് ആശാരി പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. ഞാൻ നിഷ്കളങ്കമായി അദ്ദേഹത്തോട് ചോദിച്ചു, നല്ല ബഡ്ജറ്റുള്ള വീടല്ലേ, പ്ലൈവുഡിന് പകരം നല്ല ക്വാളിറ്റിയുള്ള മരം ഉപയോഗിച്ചുകൂടെ എന്ന്. അദ്ദേഹം പ്ലൈവുഡിൻ്റെ ഉറപ്പിനെപ്പറ്റിയും മറ്റും വാചാലനായപ്പോഴും എനിക്ക് അത്ര വിശ്വാസം വന്നില്ല. പിന്നീട് പണിക്കാവശ്യമായ പ്ലൈവുഡ് ഷീറ്റുകൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അതിൽ കണ്ട ISI കോഡുകളും നമ്പറുകളും വെച്ച് ഇൻ്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ബോയിലിംഗ് വാട്ടർ പ്രൂഫ്, ബോയിലിംഗ് വാട്ടർ റെസിസ്റ്റൻസ് എന്നീ കാറ്റഗറിയിൽ ഉള്ള പ്ലൈവുഡുകൾ മണിക്കൂറുകളോളം 100 ഡിഗ്രി സെൽഷ്യസ് തിളക്കുന്ന വെള്ളത്തിൽ ഇട്ടുവച്ചാൽ പോലും വെള്ളം വലിച്ചെടുക്കുകയോ പശ ഇളകുകയോ ചെയ്യുന്നില്ല. ഇത്തരം പ്ലൈവുഡ് ഷീറ്റുകൾ കപ്പലിൻ്റെയും ബോട്ടിൻ്റെയും ഭാഗങ്ങൾ നിർമ്മിക്കാൻ വരെ യൂസ് ചെയ്യുന്നു. നല്ല പ്ലൈവുഡ് ഷീറ്റുകളെപ്പറ്റിയും കമ്പനികളെപ്പറ്റിയും ആശാരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പേരുകളെല്ലാം ഷെയർ മാർക്കറ്റിലൂടെ എനിക്ക് നല്ല കേട്ടുപരിചയമുള്ളവ ആയിരുന്നു. എങ്കിലും ഏറ്റവും നല്ല പ്ലൈവുഡ് ഏതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് യൂണിപ്ലൈ എന്നാണ്. നല്ല ഉറപ്പാണ്, മുറിക്കാൻ തന്നെ പ്രയാസമാണ്, എന്നാലും വില അല്പം കൂടുതലാണ്, സാധാരണക്കാരൊന്നും ഉപയോഗിക്കാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ആരാണത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ നിസ്സാരമായി ചില പേരുകൾ പറഞ്ഞു. അവിടെയൊക്കെ പണിയെടുത്തിട്ടുമുണ്ട് എന്നും പറഞ്ഞു. പറഞ്ഞത് മുഴുവൻ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പേരുകൾ. ഉടനെ തന്നെ ബൾബ് മിന്നി. ഷെയർ മാർക്കറ്റിലെ യൂണിപ്ലൈയുടെ വില നോക്കിയപ്പോൾ 8 രൂപ 75 പൈസ. ലഡു വീണ്ടും പൊട്ടി. ആ കമ്പനിയെക്കുറിച്ച് ഒന്നും അറിയില്ല എങ്കിലും ഒരു പ്ലൈവുഡ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ടെക്നിക്കൽ അനാലിസിസോ ഒന്നും അറിയില്ല എങ്കിലും ആ ഷീറ്റ് ഉപയോഗിക്കുന്ന ആശാരിയുടെ വാക്കുകൾ കേട്ട് ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് യൂണിപ്ലൈയുടെ ഷെയറുകൾ വാങ്ങി 8 രൂപ 75 പൈസക്ക്. വീട് പണി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ യൂണിപ്ലൈയുടെ ഷെയർ പ്രൈസിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് നോക്കാം. യൂണിപ്ലൈ 29 മെയ് 2014 5 രൂപ 45 പൈസ. പിന്നീട് ജൂൺ 2014 6 രൂപ 75 പൈസ. പിന്നീട് 5 ജാനുവരി 2015 15 രൂപ 35 പൈസ. 1 ഏപ്രിൽ 2015 34 രൂപ 20 പൈസ. 10 സെപ്റ്റംബർ 2015 121 രൂപ 95 പൈസ. 3 ഡിസംബർ 2015 174 രൂപ. പിന്നീട് എപ്പോഴോ അത് 200 രൂപ വരെ എത്തി. ഇപ്പോൾ ഏകദേശം അതിൻ്റെ വില ഇന്നത്തെ കറണ്ട് റേറ്റ് പ്രകാരം 150 രൂപയിൽ അടുത്ത് നിൽക്കുന്നു. NSE വെബ്സൈറ്റിലുള്ള റേറ്റ് പ്രകാരം ഏകദേശം 154 രൂപ 70 പൈസയിലാണ് അത് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇത് ഷെയർ മാർക്കറ്റിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ന് ഏകദേശം 1000 രൂപയുടെ അടുത്ത് വിലയുള്ള കിറ്റക്സും വി-ഗാർഡും ഒരു കാലത്ത് 10 രൂപയും 50 രൂപയും വരെ വിലയുണ്ടായിരുന്നുള്ളൂ. ഇത്തരം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇതിന് ഒരു മറുവശം കൂടിയുണ്ട്. 1000 രൂപ വിലയുള്ള ഷെയർ പ്രൈസ് 100 രൂപയിലേക്കും 10 രൂപയിലേക്കും പിന്നെ 1 രൂപയിലേക്കും ചുരുങ്ങാൻ അധിക കാലമൊന്നും വേണ്ട, കമ്പനിയുടെ പ്രകടനം മോശമാണെങ്കിൽ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഷെയർ മാർക്കറ്റിലെ വിജയം ചില കളികൾ കൊണ്ടല്ല,
നാളെയുടെ വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ കണ്ടെത്തി ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പാണ്, അത്തരം കമ്പനികളിലെ നിക്ഷേപമാണ് നിങ്ങൾക്ക് വിജയിക്കാൻ, നിങ്ങളുടെ നിക്ഷേപങ്ങളെ വിജയിപ്പിക്കുന്നത്. അതിന് കണ്ണും കാതും തുറന്നിരിക്കണം എന്നു മാത്രം.